പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 605 കോടിയാണ് കടമെടുക്കുന്നത്. കടപ്പത്രങ്ങളുടെ ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി മാർച്ച് 11 ചൊവ്വാഴ്ച നടക്കും. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന 49 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടു കൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് അറിയിപ്പ് എത്തിയിട്ടുള്ളത്. വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ മറികടക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. പെൻഷൻ കുടിശ്ശിക തീർക്കൽ, ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം, മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാ അനുമതി തേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3 മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട്. തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത്. കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്നാൽ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിലും തുടർന്നുള്ള പെൻഷനിലും അർഹത ഉണ്ടായിരിക്കുകയില്ല. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.